ഹായ് ഗായ്സ്. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളെ ആത്തച്ചക്കനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരെയും വീട്ടിൽ ഒരു ആത്തച്ചക്കെങ്കിലും ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മളെ വീട്ടിലിവിടെ 2-3 ഉണ്ട്. അപ്പം ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതിനെ വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത രീതികൾ എങ്ങനെയാണ് ഇതേപോലുള്ള ആത്തച്ചക്ക നിങ്ങളെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ചെറിയ ചെറിയ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5 കൊല്ലം 3 കൊല്ലം ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു 3-4 എണ്ണം ഓൾറെഡി ഉണ്ട്. അപ്പം ഇതിന് ചെയ്യുന്ന കൃഷി രീതികൾ, എങ്ങനെയെല്ലാം വെള്ളയിക്കണം, ഏത് രീതിയിൽ നടണം, ഏത് രീതിയിൽ അത് നമ്മൾ വളങ്ങളും കാര്യങ്ങളെല്ലാം നട്ടിട്ട് അതിന് ചെയ്യണം, ഇതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാനിത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നിക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ആത്തച്ചക്കന്റെ ചെടികൾ. പിന്നെ അതിനു പുറമെ നിങ്ങൾക്ക് ഇതിന്റെ വിത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ആത്തച്ചക്ക. ആത്തച്ചക്ക മറ്റേ നമ്മളെ സീതപ്പഴം അതെല്ലാം കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്നുള്ളത്. അപ്പോൾ ഈ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത് ആ ഒരു വർഗത്തിൽപ്പെട്ട ഈ ഫ്രൂട്ട്സിനെല്ലാം പറയുന്ന ഒരു പേരാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കൃഷി ചെയ്യുന്ന രീതികളും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ ചെയ്യുന്നത്, ഞാൻ ഇതിന്റെ കുരു മുളപ്പിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ നടുന്നത്, വീട്ടിൽ നടുന്നത് സാധാരണയായിട്ട്. അപ്പം ഇതിന്റെ കുരു എങ്ങനെ ഇടണം, ഏത് വിധത്തിൽ ഇടണം എന്നെല്ലാം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ മുളകെല്ലാം കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പൊ മുളകെല്ലാം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ മണ്ണ് ഇളക്കി അതിൽ വളമെല്ലാം ചേർത്ത് അത് കുറച്ച് ദിവസം വെച്ച് കുറച്ച് കുമ്മായെല്ലാം ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ കുറച്ച് നല്ലത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് മണ്ണിൽ ഈർപ്പവും ഈ വളത്തിന്റെ ഇതും ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ഇത് മുളച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ചെയ്ത് കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു 7 ദിവസം, 5-6 ദിവസത്തെ 7 ദിവസം വരെ പരമാവധി പോവാ. ആ 7 ദിവസത്തിന്റെ ഉള്ളിൽ മുളച്ച് വരും. ഇതുവരെ എൻ്റെ ഒരു അനുഭവത്തിൽ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കൃഷി ചെയ്യേണ്ട രീതികൾ കൂടി ഞാൻ പറഞ്ഞുതരാം. നട്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നടേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇത് നടേണ്ടത്. വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈം മാത്രം വെയിൽ പോരാ, നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നടേണ്ടത്. നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ ചപ്പുചവറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, പരമാവധി ഇതിന്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല വെയിലുള്ള അടുത്ത് നട്ടാലും ഈ ചെടീന്റെ മൂട്ടില് നമ്മള് ചെടിന്റെ ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഡയറക്റ്റ് ചെടിന്റെ റൂട്ടിന് വെയിലടിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാലല്ല അതിന്റെ ആ ഒരു തണുപ്പ് എപ്പോഴും നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പൊ നിലനിർത്തുമ്പോൾ എന്താണ് അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെടിക്ക് തണുപ്പ് കൂടുതൽ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് നല്ല വളർച്ചയുണ്ടാവും. അതുമാത്രമല്ല ചെടികൾക്ക് പുതിയ പുതിയ തളിരുകൾ പെട്ടെന്നായി വരുന്നത് നിങ്ങൾക്ക് കാണാം വെള്ളം ഒഴിക്കുമ്പോഴല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായി വെയിലുള്ള സ്ഥലത്ത് നടാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് വളം കൊടുക്കേണ്ടത് NPK തീർച്ചയായും കൊടുത്തിരിക്കണം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഈ 3 വളവും ഇതിന് കൊടുത്തിരിക്കണം. ഇതിന് പുറമെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാണകം ഉണക്കി പൊടിച്ചത്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അതുപോലെ എല്ലുപൊടി, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ ഇടവിട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ ഒരു സെപ്പറേറ്റ് വേറൊരു വളം കൂടി ഇതിന് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സീമാക്കോമ്പിന്റെ ചപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് അത് ഊറ്റിയെടുത്ത് ഇതിന്റെ ചെടിന്റെ ഇലകളിൽ സ്പ്രേ ചെയ്യാറുണ്ട്. അതിന് പുറമെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന പഴത്തൊലി ഉണ്ടാവുമല്ലോ, പഴത്തൊലിയെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ച് ഉള്ളിത്തോട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ പഴത്തോടും ഇതെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ച് കുളിർത്ത് അത് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ അത് ഊറ്റിയെടുത്ത് അത് ചെറിയ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടും അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതിന്റെ ചെടികളെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ചെറിയ തോതിൽ കാണിച്ചു തരാം. അപ്പം ഇത് കൂടുതലായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതികളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം ഇത് എൻ്റെ വീട്ടിൽ കായ്ച്ച ഒരു ആത്തച്ചക്കയാണ്. അപ്പൊ ഇത് ഞാൻ എങ്ങനെ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എത്രത്തോളം നല്ല രുചിയാണെന്നുള്ളത് നിങ്ങൾ ഇതിപ്പോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത്രയും പഴുത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇത് ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്തത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പൊ നമുക്ക് എന്നാ പിന്നെ ഈ ആത്തച്ചക്ക പൊട്ടിച്ച് നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതാണ് അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് കിട്ടുക. ഇതിങ്ങനെ എടുത്തതിനാ ഇത് ഇങ്ങനെ ഈമ്പി തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് കണ്ട എന്നാ ഇതിന്റെ ഫ്ലഷി പാർട്ടായിട്ടുള്ള ഇൻസൈഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടോളൂ, ഇതാ ഇതിന്റെ ഫ്ലഷി പാർട്ട്. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെയാണ് കേട്ടാ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിക്കിട്ട് അതിന്റെ ഒന്ന് പറിച്ചിട്ട് തിന്നുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. നമ്മള് കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചെന്ത് കിട്ടിയാലും അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാവും എപ്പോ പറയലില്ലേ, അതേപോലെ തന്നെയാണ്. ഞാൻ അത്രയും അധ്വാനിച്ച് കിട്ടിയോണ്ട് ഞാൻ ആ തിന്നുമ്പോൾ എനിക്ക് മനസ്സും നിറയുന്നുണ്ട്, എൻ്റെ വയറും നിറയുന്നുണ്ട്, രണ്ടും നിറയുന്നുണ്ട്. അതാണ് ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയതിന്റെ ഗുണം. അപ്പം എല്ലാവരും പറയുന്നില്ല കൃഷി ചെയ്താൽ നഷ്ടമാണോ എന്നുള്ളത്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കൃഷി ചെയ്തതിനാൽ നഷ്ടമൊന്നുമില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ അധ്വാനിക്കാൻ തയ്യാറുള്ള ഏത് മനസ്സിനും കൃഷിയിലേക്ക് വരാവുന്നതാണ്. അപ്പൊ ഇതേപോലെയുള്ള ഭക്ഷണം, മരുന്നടിക്കാത്തതായ നല്ല ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിന്റെ മറ്റുള്ള പാർട്ടും കൂടി കണ്ടോ, ഇത് കണ്ടോ. ഇതാണ് നമ്മൾ ഇതിന്റെ വിത്തുകൾ. ഈ കുരു ഉപയോഗിച്ചാണ് നമ്മൾ അധികവും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കുരുവിനെ കൊണ്ടാണ് നമ്മൾ അധികം മുളപ്പിക്കൽ. ഈ കുരുവിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എടുക്കുമ്പം അധികം മൂത്തതിന്റെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂക്കാത്തതിന്റെ എടുത്ത് കഴിഞ്ഞാല് അതിന്റെ ഗുണങ്ങൾ കൃത്യമായിട്ടുള്ളത് കിട്ടൂല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, പരമാവധി നല്ല വണ്ണമുള്ള ഈ ഒരു ആത്തച്ചക്കന്റെ കുരുവിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വിത്തിനായി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ മൂക്കാത്തതെല്ലാം എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഗുണം ആ ചെടികൾക്ക് ഉണ്ടാവില്ല. അപ്പം അതെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വിത്തിനെ ഒരു ചെടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രത്തോളം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആ പറഞ്ഞതിൽ ഗുണം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൃഷിയിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കുക. അപ്പൊ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുക. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. ഇത് എൻ്റെ വീട്ടിലെ ദൈനാംപഴത്തിൻ്റെ മരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, എപ്പോഴും തുറസായ സ്ഥലത്ത് നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ഞാൻ നട്ടിരിക്കുന്നത് എൻ്റെ എല്ലാ മരങ്ങളും. ഇതേപോലെ നല്ല വെയിൽ കിട്ടണം, ഡയറക്റ്റ് വെയിൽ കിട്ടണം. അതും അതിൻ്റെ അടുത്ത് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യണം. നല്ല പന്തലിച്ച് വളരുന്നതാണ് ഈ ദൈനാംപഴ മരങ്ങൾ. നിങ്ങളിത് കണ്ടോ, എത്ര നന്നായിട്ട് വിശാലമായിട്ട് അതിനെ വളരാൻ വേണ്ടിയിട്ട് ഞാൻ സൗകര്യം ഒരുക്കി കൊടുത്തത്. നല്ല സ്ഥലം ഉണ്ടാവണം. അതുമാത്രമല്ല, നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഇത് കറക്റ്റ് ചെടീൻ്റെ ഇലകളിൽ കിട്ടുന്ന വിധത്തിലായിരിക്കണം നടേണ്ടത്. അല്ലെങ്കിൽ ഇതേപോലെ വെയിൽ കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ മേലെ കായ്ഫലങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ വെയിൽ നന്നായി കിട്ടുന്നത് ഉറപ്പ് വരുത്തണം. ഇതേപോലെയുള്ള കായ്കൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കായ്ക്കുന്ന ഒരു ചെടിയാണ്
ഇതിൻ്റെ കായ് ഇനിയും വണ്ണം കൂടുന്നതാണ്. ഇതിനെയും കാട്ടി നല്ല വണ്ണത്തിലുള്ള കായ്കൾ ഈ ചെടീൻ്റെ മേലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വളത്തിൻ്റെ പര്യാപ്തത കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ടിൻ്റെ വണ്ണം കുറയുന്നതാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ നന്നായിട്ട് വളമിടാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം. അതുപോലെ വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെടിൻ്റെ മൂട്ടിൽ നന്നായിട്ട് ഈ ഇലകളുണ്ടല്ലോ, അതിൻ്റെ നമ്മളെ ഈ ഉണങ്ങിയ ഇലകളെല്ലാം നമ്മൾ കത്തിച്ച് കളയലാണ് സാധാരണ ചെയ്യൽ. കത്തിച്ച് കളയാൻ ഒരു വിധത്തിലും പറ്റൂല. ഇനി വരുന്ന മാസങ്ങളെല്ലാം നല്ല കടും ചൂടാണ് വരാൻ പോകുന്നത്. മാർച്ച് മാസമെല്ലാം നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഉണങ്ങിയ ഇലകളെല്ലാം ഇതിൻ്റെ മൂട്ടിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ചെടികൾക്ക് നല്ല വളർച്ചയും ഉണ്ടാവും, നല്ല കായ്കളും ഉണ്ടാവും. അപ്പം നല്ല നല്ല കായ്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി വളം ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മളെ ദൈനാംപയം ഉണ്ടായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ അധികം ഉണ്ടാകുന്നത് നമ്മളെ അണ്ണാൻ, പിന്നെ പക്ഷികൾ കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഇവിടെ വരാറുണ്ട്. കുറേ പക്ഷികളും അണ്ണാനും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ദൈനാംപയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുറേ ഉണ്ടാവുകയാണെങ്കിലും നമ്മളെ അണ്ണാനിവിടെ ഇഷ്ടംപോലെ അണ്ണാനുണ്ട്. അപ്പോൾ അണ്ണാന്മാർ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അത് കാലിയാക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇളം നമ്മളെ നിറം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിക്കിൽ അതിന് എന്തെങ്കിലും ഒരു കൊട്ട കെട്ടിക്കൊടുക്കുന്ന പോലെ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ പ്ലാസ്റ്റിക് കവറില്ലേ, പ്ലാസ്റ്റിക് കവർ ഫ്രൂട്ടിൻ്റെ മേലെ പൊതിഞ്ഞു കൊടുക്കുക.